ഹലോ എവറിവൺ, വെൽക്കം ടു വീക്കിലി സി എ സെഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീക്കിലെ മേജർ ആയിട്ടുള്ള എക്സാം റിലവൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ NTPC ബാച്ചിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും. 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ കണ്ടിന്യൂയിങ് ആണ്. ധാരാളം പേര് ഡെയിലി ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ 15-ാം തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഈ മാസം എന്നോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3,999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അത് കൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് ഡെയിലി CA, നമുക്കറിയാം ഓരോ എക്സാംസിനും കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ കൂടിക്കൂടി വരികയാണ് അല്ലെ. സോ ഡെയിലി CA അപ്ഡേറ്റുകൾ, പോൾസ്, ക്യൂസ്, അതുകൂടാതെ തന്നെ യൂട്യൂബ് സെഷന്റെ നോട്ടുകൾ, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നേടാവുന്നതാണ്. സോ ജോയിൻ ചെയ്യുക എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഹംഗേറിയൻ ആൻഡ് ബ്രിട്ടീഷ് ഓഥർ ആയിട്ടുള്ള ഡേവിഡ് സ്ലേ ആണ് 2025 ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. 2025 ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഫ്ലഷ് എന്ന് പറയുന്ന നോവലിന് ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓഥർ ആയിട്ടുള്ള ഡേവിഡ് സ്ലേക്കാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. അതേപോലെ തന്നെ ഇപ്രാവശ്യം നൊബേൽ സാഹിത്യത്തിനുള്ള നൊബേൽ ലഭിച്ചത്, നൊബേൽ 2025 സാഹിത്യത്തിനുള്ള നൊബേൽ ലഭിച്ചത് ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ് അല്ലെ. അപ്പൊ ആരായിരുന്നു ആ ഹംഗേറിയൻ? സാന്റാൻ ടാങ്കോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹംഗേറിയൻ എഴുത്തുകാരൻ, നൊബേൽ ലഭിച്ചിട്ടുള്ള ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ഡേവിഡ് സ്ലേ ഫോർ ഫ്ലഷ് ഫസ്റ്റ് ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓഥർ ആണ്. ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ഫസ്റ്റ് ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓഥർ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. റിവാർഡ് ഫോർ ദി ബെസ്റ്റ് ഇംഗ്ലീഷ് നോവൽ ഓഫ് ദ ഇയർ. ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ബെസ്റ്റ് കോൺട്രിബ്യൂഷനുകൾക്കാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ്, കോവളം ബീച്ച് റിറ്റെയിൻസ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം ഏറ്റവും ക്ലീൻ ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. സോ കോവളം ബീച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? എത്രാമത്തെ 5th കോൺസിക്യൂട്ടീവ് ഇയർ ആണ് കോവളം ബീച്ച് അതിന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നിലനിർത്തുന്നത്. ഗ്ലോബൽ എക്കോ ലേബൽ ബൈ ഫൗണ്ടേഷൻ ഓഫ് എൻവിറോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് ആണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഏകദേശം 33ഓളം ക്രൈറ്റീരിയ, ക്ലെൻലിനെസ്, സേഫ്റ്റി, സസ്റ്റൈനബിലിറ്റി പോലെയുള്ള 33ഓളം ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്യുന്ന ബീച്ചുകൾക്കാണ് ഈ ഒരു അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ദ ആനുവൽ അവാർഡ് ഇൻ ജനർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ബാലസാഹിത്യ കൃതികൾക്കാണ് ഈ ഒരു അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. So the award ceremony will be presided over by Madhav Kaushik, President of Sahitya Academy. ഇനി 2010 ഈ അവാർഡുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഗുജറാത്തി റൈറ്റർ ആയിട്ടുള്ള വർഷ ദാസ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. 9 മുതൽ 16 വയസ്സിന്റെ ഇടയിൽ ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള 24 ഇന്ത്യൻ ലാംഗ്വേജസിൽ ബാലസാഹിത്യ, അതായത് സാഹിത്യ കൃതികളിൽ ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള 9 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. സോ കുറെ പേരുണ്ട്, ഏകദേശം 24 ലാംഗ്വേജസിൽ അവാർഡ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. Next, Shefali Verma named brand ambassador of Haryana State Women's Commission. ഷെഫാലി വർമ്മ ഏകദേശം 1.5 കോടി രൂപയാണ് അവർ റിസീവ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഗ്രേഡ് A സ്പോർട്സ് സർട്ടിഫിക്കറ്റും കൂടിയും ഹരിയാനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഹരിയാന സ്റ്റേറ്റിന്റെ വുമൻസ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി ഷെഫാലി വർമ്മയെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. നമുക്കറിയാം വുമൻസ് 2 wickets in the final. So her match winning performance included 87 runs and 2 wickets in the final. ഏതിലാണ്? നമ്മുടെ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ODI വേൾഡ് കപ്പില് സൗത്ത് ആഫ്രിക്കനെ ഡിഫീറ്റ് ചെയ്ത് ഇന്ത്യ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യൻ ടീമിലെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ആര്? ഷെഫാലി വർമ്മ എന്ന് പറയുന്നത്. സോ അതിനാണ് 1.5 കോടിയുടെ റിവാർഡ് ഹരിയാന ഗവൺമെന്റ് ഷെഫാലി വർമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത്.
Kerala retains top achiever status in EODB ranking 2024. അപ്പോൾ EODB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2024 റാങ്കിങ്ങിൽ കേരളമാണ് ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാൻ ഓഫ് DPIIT ആണ് ഈ ഒരു റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. കേരള ഫാസ്റ്റ് മൂവേഴ്സ് കാറ്റഗറിയിൽ കേരള ടോപ്പ് അച്ചീവർ പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഉദ്യോഗ് സംഗമം 2025 ഈ ഒരു റെക്കഗ്നീഷൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഫാസ്റ്റ് മൂവേഴ്സ് കാറ്റഗറിയിൽ കേരള, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ആണ് ടോപ്പ് പൊസിഷനിൽ വന്നിട്ടുള്ളത്. ആസ്പയേഴ്സ്, അതായത് ആസ്പയറിംഗ് സ്റ്റേറ്റുകളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് തമിഴ്നാടു, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിനെയാണ്. നെക്സ്റ്റ്, ദൃഷ്ടി സിസ്റ്റം. അപ്പൊ ഇന്ത്യൻ റെയിൽവേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സിസ്റ്റമാണ് AI ബേസ്ഡ് ലോക്ക് മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ദൃഷ്ടി എന്ന് പറയുന്നത്. AI ബേസ്ഡ് ഫ്രൈറ്റ് വാഗൺ ഡോർ ലോക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം, അതായത് ഈ വാഗണേഴ്സിന്റെ ഒക്കെ ലോക്ക് AI ബേസ് ചെയ്ത് മോണിറ്റർ ചെയ്യുക, ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റമാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ 24/7 ഈ ട്രെയിൻ ജേർണി ഫ്രൈറ്റ്, അതായത് ചരക്ക് ഗതാഗതങ്ങൾ ചെയ്യുന്നത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ചെയ്യുന്നതിനായിട്ട് 24/7 ഡോർ ലോക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ദൃഷ്ടി എന്ന് പറയുന്നത്. സോ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ, IIT ഗുവാഹത്തി, TIDF ടെക്നോളജി ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ റിയൽ ടൈം AI അലേർട്ട് കൊടുക്കുന്നതാണ് ഈ ചരക്ക് ഗതാഗതം ചെയ്യുന്ന വാഗണർ ട്രെയിനുകളുടെ ഡോറ് ക്ലോസ് ആണോ ഓപ്പൺ ആണോ പ്രോപ്പർ ആയിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുന്നതാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ദൃഷ്ടി എന്നാണ് പേര്. സോ ഇംപ്രൂവ്ഡ് വാഗൺ സീലിംഗ്, ലെസ് മാനുവൽ ഇൻസ്പെക്ഷൻ ആൻഡ് ബെറ്റർ ഫ്രൈറ്റ് സെക്യൂരിറ്റി ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് GI ടാഗ്, നമുക്കറിയാം എക്സാമുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് GI ടാഗ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ലപ്ച മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. സോ തുമ്പുക് ആൻഡ് പുംടോങ് പുലിറ്റ്, ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സിനുമാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. റീസെന്റ് ആയിട്ടാണ് GI ടാഗ് അപ്ലൈ ചെയ്യുമ്പോൾ 1000 rupees ആണ് കൊടുക്കേണ്ടിയിരുന്നത് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട്. റീസെന്റ് ആയിട്ട് അത് റെഡ്യൂസ് ചെയ്ത് 500 rupees ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ കൂടുതലായിട്ടും GI ടാഗിന് അപ്ലൈ ചെയ്യേണ്ടത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് റിഡക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ റീസെന്റ് ആയിട്ടുള്ള ലപ്ച മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള തുമ്പുക് ആൻഡ് പുംടോങ് പുലിറ്റിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ലപ്ച കമ്മ്യൂണിറ്റി ഓഫ് സിക്കിമിന്റെ 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. ഇതിന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ തുമ്പുക് എന്ന് പറയുന്നത് 3 string ഇൻസ്ട്രുമെന്റ് ആണ്. ഇതാണ് തുമ്പുക് വരുന്നത്. സോ പുംടോങ് പുലിറ്റ് എന്ന് പറയുന്നത് ഒരു ബാംബു ഫ്ലൂട്ട് ആണ്. ബാംബു നമ്മുടെ മുള കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്ലൂട്ട് ആണ്. നെക്സ്റ്റ്, Godrej delivers human rated Vikas engine for Gaganyaan. Godrej Aerospace business ആണ് ഫസ്റ്റ് ഹ്യൂമൻ റേറ്റഡ് L110 സ്റ്റേജ് വികാസ് എഞ്ചിൻ ISROന് വേണ്ടി, ISROയുടെ ഗഗൻയാൻ പ്രൊജക്ടിന് വേണ്ടി കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം ആലോചിക്കാം. സോ നെക്സ്റ്റ്, ഗ്ലോബൽ TB റിപ്പോർട്ട് 2025 ആരാണ് റിലീസ് ചെയ്തിട്ടുള്ളത്? ദ ഹു ഗ്ലോബൽ ട്യൂബർകുലോസിസ് റിപ്പോർട്ട് 2025 ഇന്ത്യ റിമെയിൻസ് ദ കൺട്രി വിത്ത് ഹൈയസ്റ്റ് TB ബർഡൻ. അപ്പൊ ട്യൂബർകുലോസിസ് ബർഡൻ റീറ്റെയിൻ ചെയ്യുന്ന കൺട്രിയാണ് ഇന്ത്യ എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ the annual global assessment of tuberculosis trends, prevention, diagnosis, ഗ്ലോബൽ ലെവലിലുള്ള ട്രീറ്റ്മെന്റുകൾ, റീജിയണൽ ആൻഡ് നാഷണൽ ലെവലിലുള്ള ട്രീറ്റ്മെന്റുകൾ, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് റിലീസ് ചെയ്യുന്നത്. സോ 25% ഓഫ് ഗ്ലോബൽ കേസസിൽ ഹയസ്റ്റ് TB ബർഡൻ വരുന്ന കൺട്രി ഇന്ത്യയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ പറഞ്ഞ പോലെ TB എന്ന് പറയുന്ന എയർബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, മെയിൻലി ലങ്സിനെയൊക്കെ ബാധിക്കുന്ന ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ശരിക്കും വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, സിംഗാരിനി ബാഗ്സ് അവാർഡഡ് ഇൻ സ്വച്ഛത സ്പെഷ്യൽ ക്യാമ്പയിൻ 5.0. അപ്പോൾ സിംഗാരിനി കൊലിയറീസ്
Collieries Company Limited was declared the best performing company nationally in the Swachhata Special Campaign 5.0. സോ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കണ്ടക്ട് ചെയ്യുന്ന ഒരു 30-day ക്യാമ്പയിൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. സോ the campaign held for 30 days from Gandhi Jayanti, covering coal mining region across the India. So coal mining subsidiaries and other mining companies including Ministry of Coal ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സിംഗാരണി ബാഗ്സിനാണ് സ്വച്ഛത സ്പെഷ്യൽ ക്യാമ്പയിൻ 5.0 അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സോ 114-year-old environmentalist Salu Marada Timmakka is no more. അപ്പോൾ എൻവിറോൺമെന്റലിസ്റ്റ് ആൻഡ് പത്മശ്രീ അവാർഡി ആയിട്ടുള്ള ഷാലു മാരദ തിമ്മക്ക ഫ്രം കർണാടക ഹാസ് പാസ്ഡ് away at the age of 14. സോ ഇവർക്ക് 2019 പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. So, Vice President C.P. Radhakrishnan inaugurates 30 CII partnership, അതായത് 13th CII Partnership 2025 in Visakhapatnam. അപ്പോൾ 30th edition of Confederation of Indian Industry ആണ് CII എന്ന് പറയുന്നത്. സോ ഇവരുടെ പാർട്ട്ണർഷിപ്പ് സമിറ്റ് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ആണ് നടക്കുന്നത്. അപ്പോൾ CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സമിറ്റ് നടക്കുന്നത്. ടെക്നോളജി, ട്രസ്റ്റ്, ട്രേഡ് എന്നുള്ളതാണ് ഇതിന്റെ തീം വരുന്നത്. നെക്സ്റ്റ് 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ. 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠതാ ഭാരത്, ഏക് ഭാരത് ശ്രേഷ്ഠതാ ഭാരത് എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ ഇത്രയുമാണ് പാർട്ട്ണർ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ജാർഖണ്ഡ് ആൻഡ് 12 കൺട്രീസ് ഇൻക്ലൂഡിംഗ് UAE, ചൈന, ഇറാൻ, സൗത്ത് കൊറിയ ആൻഡ് ഈജിപ്റ്റ് ആണ്. നെക്സ്റ്റ് കേരള ഗവൺമെന്റ് റോൾസ് ഔട്ട് പ്രജ്വല സ്കോളർഷിപ്പ് സ്കീം ഫോർ ജോബ് ആസ്പിറന്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള, അതായത് ജോബ് തിരയുന്ന ആസ്പിറൻസിന് വേണ്ടി കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഫോർ ജോബ് ആസ്പിറൻസ്. അപ്പോൾ ജോബ് ആസ്പിറൻസിന് വേണ്ടി വർക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രജ്വല സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. മന്ത്ലി 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആസ്പിറൻസിന് 12 മാസത്തേക്ക് പെർ മന്ത് 1000 rupees സ്കോളർഷിപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണിത്. അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ എക്സാം പ്രിപ്പറേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ മസ്റ്റ് ബി കേരള റെസിഡന്റ് ആയിരിക്കണം, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം, ഫാമിലി ഇൻകം ലെസ് ദാൻ 1 lakh ആയിരിക്കണം, പിന്നെ വേറെ സ്കോളർഷിപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. UPSC, സ്റ്റേറ്റ് PSC, SSC, ബാങ്കിങ്, ഡിഫൻസ്, റെയിൽവേസ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറന്റ് ആവണം എന്നുള്ളതാണ് അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. So Asian Archery Championship 2025 ധാക്ക നാഷണൽ സ്റ്റേഡിയത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യ ക്ലിഞ്ചസ് 3 gold and 2 silver medal at 24th Asian Archery Championship in ധാക്ക ബംഗ്ലാദേശിലാണ് 24th edition of Asian Archery Championship നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യക്ക് ടോട്ടൽ 5 മെഡൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. 3 ഗോൾഡും 2 സിൽവറുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് AI on trial ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ലോ. സുജീത് കുമാർ ആൻഡ് MD തൗസീഫ് അലാം ആണ് ഈ ഒരു ബുക്കിന്റെ ഓതേഴ്സ് എന്ന് പറയുന്നത്. ഓഫ് ബ്രിഡ്ജ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സസൈസ് ഗരുഡ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും ഫ്രാൻസ് എയർഫോഴ്സും തമ്മിൽ, ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഫ്രാൻസ് എയർഫോഴ്സ് തമ്മിൽ ഉള്ള ബൈലാറ്ററൽ എക്സസൈസ് ആണ് എക്സസൈസ് ഗരുഡ എന്ന് പറയുന്നത്. മോണ്ട് ഇ മർസാൻ ഫ്രാൻസിലാണ് ഈ ഒരു എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ Su-30 MKI ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് സ്വവലംബൻ. ഇന്ത്യൻ നേവി ഹോസ്റ്റ് ചെയ്യുന്ന സ്വവലംബൻ 2025 എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇതുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് DRDO അൺവെയിൽ ചെയ്തിട്ടുള്ള പുതിയ അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ്. ന്യൂ മാൻ പോർട്ടബിൾ അണ്ടർ വാട്ടർ വെഹിക്കിൾ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ആരാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? DRDO ആണ് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ ന്യൂ ജനറേഷൻ ഓഫ് മാൻ പോർട്ടബിൾ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് DRDO ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സോ it is developed for mine countermeasure missions ന് വേണ്ടിയിട്ടാണ്. It's developed by Naval Science and Technology Laboratory, വിശാഖപട്ടണം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. സോ പുതിയ രീതിയിലുള്ള മാൻ പോർട്ടബിൾ വെഹിക്കിൾ അണ്ടർ വാട്ടർ കൗണ്ടർ മൈൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് DRDO ആണ്. നെക്സ്റ്റ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയാ, ഇതിന്റെ മെയിൻ കീ ഫീച്ചേഴ്സ്. So low risk and small logistics footprint നേവൽ മൈൻസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റാപ്പിഡ് റെസ്പോൺസുകൾ ലഭിക്കുന്നതിനായിട്ട്, പിന്നെ ഡീപ്പ് ലേണിംഗ് ഉള്ളിലുള്ള ടാർഗറ്റുകൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്, പിന്നെ എന്താണ് സിറ്റുവേഷണൽ അവയർനെസ്, അണ്ടർ വാട്ടർ അക്വസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നതിനായിട്ട്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. സോ ആന്ധ്രാപ്രദേശ് പാർട്ട്നേഴ്സ് വിത്ത് WEF, Andhra Pradesh partners with WEF, World Economic Forum for Energy and Cyber Resilience. So, like Center for Energy and Cyber Resilience വിശാഖപട്ടണത്ത് സെന്റർ ഫോർ എനർജി ആൻഡ് സൈബർ റെസീലിയൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ് വേൾഡ് എക്കണോമിക് ഫോറവുമായി കൊളാബറേറ്റ് ചെയ്യുന്നത്. സോ ലൈക് പവർ സെക്ടർ ആൻഡ് ക്രിട്ടിക്കൽ ഇലക്ട്രിസിറ്റി ഇൻഫ്രാസ്ട്രക്ചർ മോഡേണൈസ് ചെയ്യുക, ടെക്നോളജിക്കൽ റിസ്ക് ഒഴിവാക്കിക്കൊണ്ട് ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു കൊളാബറേഷന്റെ എയിം എന്ന് പറയുന്നത്. സോ ഏകദേശം 160 ഗിഗാവാട്ട് ഓഫ് ഗ്രീൻ എനർജി പ്രൊഡക്ഷൻ ആണ് ഇവര് എയിം ചെയ്യുന്നത്. So Union Home Minister Amit Shah paid tribute to Lala Lajpat Rai on his martyrdom day അഥവാ death anniversary. So ഈ ന്യൂസ് നോക്കി വെക്കാം. നെക്സ്റ്റ് ഈ ജാഗ്രതി എന്താണ്? Justice and grievance redressal for consumers using information technology and innovation ആണ് ഈ ജാഗ്രതി എന്ന് പറയുന്നത്. ഈ ജാഗ്രതി ഏകദേശം 2.75 lakh യൂസേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം 2025 റെക്കോർഡ് ഡിസ്പോസൽ എഫിഷ്യൻസി ആണ് അവർ നേടിയിരിക്കുന്നത്. യൂണിഫൈഡ് AI enabled digital grievance redressal platform of the Department of Consumer Affairs integrating all consumer disputes into one portal. അതായത് കൺസ്യൂമേഴ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും പറയാനുള്ള ഗ്രീവിയൻസ് ആൻഡ് റീഅഡ്രസൽ, കസ്റ്റമേഴ്സിന്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒറ്റ ഒരു പോർട്ടലാണ് ഈ ജാഗ്രതി എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റർ, ട്രാൻസ്പെറന്റ്, ആക്സസിബിൾ ആൻഡ് പേപ്പർലെസ് കൺസ്യൂമർ ജസ്റ്റിസ് ഫോർ MSME, ഹൗസ് ഹോൾഡ് NRI ആണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 100% സൈബർ ഫ്രോഡ് റെസ്പോൺസ് സിസ്റ്റം ഉള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഗോവ. ഓക്കെ, 100% സൈബർ ഫ്രോഡ് റെസ്പോൺസ് ആക്സസിബിലിറ്റി ഉള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ആയി മാറിയിരിക്കുകയാണ് ഗോവ എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ് യുക്രൈൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ആന്റി കറപ്ഷൻ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മിഡാസ് എന്ന് പറയുന്നത്. സോ ലാർജ് സ്കെയിലുള്ള മണി ലോണ്ടറിങ് അല്ലെങ്കിൽ കറപ്ഷൻ, ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഒഫീഷ്യൽസിനെ അല്ലെങ്കിൽ ബിസിനസ്മാൻ ഇവരുടെ ഒക്കെ ഇടയിൽ നടക്കുന്ന കറപ്ഷൻ ആൻഡ് മണി ലോണ്ടറിങ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ മിഡാസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് ലത്തീഫ് ഖാൻ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. തെലങ്കാന ഗവൺമെന്റ് ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടിയും ഓർത്തു വെക്കുക. ഇത് ആർക്കാ കൊടുക്കുന്നത്? അതായത് സോഷ്യലി ആണെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടർ, സോഷ്യൽ സെക്ടർ, ഇതിലൊക്കെ
ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ആൾക്കാർക്കാണ് ഈ ഒരു മുഹമ്മദ് ലത്തീഫ് ഖാൻ ലഭിച്ചിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് നാഷണൽ അവാർഡ് കൊടുക്കുന്നത്. 2,25,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. പിന്നെ സൈറ്റേഷൻ മൊമെന്റോ ആണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി രാജസ്ഥാൻ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് ബി ശ്രീനിവാസ്. നെക്സ്റ്റ്, പാരാസോഷ്യൽ എന്ന് പറയുന്ന വേർഡിനെ കാംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇൻവോൾവിംഗ് ഓർ റിലേറ്റിംഗ് ടു എ കണക്ഷൻ that someone feels with a famous person they do not know എന്നുള്ളതാണ് പാരാസോഷ്യലിന്റെ മീനിങ് വരുന്നത്. ഇനി ഇന്ത്യ UK ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് അജേയ വാരിയർ എന്ന് പറയുന്നത്. മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച് രാജസ്ഥാനിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് കൺട്രിയിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ആണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നാഗാലാൻഡിലെ ഫെസ്റ്റിവൽ ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അല്ലെ. സോ യുണൈറ്റഡ് കിങ്ഡം ആണ് ഹോൺബിൽ ഫെസ്റ്റിവലില് നാഗാലാൻഡുമായി പാർട്ട്ണർ കൺട്രി ആയിട്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ ലാൻഡ് ഓഫ് നാഗാലാൻഡും ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. 17ഓളം വരുന്ന നാഗ ട്രൈബ്സിന്റെ ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ആണ് ശരിക്കും ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. UK ആണ് ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവലുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന പാർട്ട്ണർ ആവുന്ന കൺട്രി. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, ഇന്ത്യ ടു ഹോസ്റ്റ് ഗ്ലോബൽ ബിഗ് കാറ്റ് അലയൻസ് നെക്സ്റ്റ് ഇയർ, ബിഗ് കാറ്റ് സമ്മിറ്റ്. ഓക്കെ, നമുക്കറിയാം ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയിലാണ്. ആ സമയത്ത് അതിന്റെ ചെയർ എന്ന് പറയുന്നത് ഭൂപേന്ദ്ര യാദവ് ആയിരുന്നു. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ പ്രസിഡന്റ് ആണ് ഭൂപേന്ദ്ര യാദവ്. അതിനുശേഷം 7ഓളം വരുന്ന മേജർ ബിഗ് കാറ്റ് സ്പീഷീസുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ എയിം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇയർ ഇന്ത്യയാണ് ബിഗ് കാറ്റ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്ട് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ 13 മെഡലോടുകൂടി ഇന്ത്യ ഫിനിഷ് ചെയ്തു എന്നുള്ള കാര്യം ആലോചിക്കുക. കെയ്റോ ഈജിപ്തിലാണ് മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് ടോട്ടൽ 13 മെഡലാണ്. 13 ഗോൾഡ്, 6 സിൽവർ ആൻഡ് 4 ബ്രോൺസ് ആണ് നേടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇന്ത്യക്ക് 3rd പൊസിഷൻ ആണ് ലഭിച്ചത്. ഫസ്റ്റ് ചൈന ആൻഡ് സെക്കൻഡ് സൗത്ത് കൊറിയക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2025 ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് ബംഗളൂരു സയന്റിസ്റ്റുകളാണ് നേടിയിട്ടുണ്ട്. 3 സയന്റിസ്റ്റുകൾ, അവരുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ്, സൺമിത്ര ഇനിഷ്യേറ്റീവ് ടു കോംബാറ്റ് ഡ്രഗ് അബ്യൂസ്. അപ്പോ കർണാടക പോലീസ് ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ഓപ്പറേഷൻ ആണ് സൺമിത്ര എന്ന് പറയുന്നത്. സോ ഡ്രഗ് അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവർ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, എംപതിയിൽ ഫോക്കസ് ചെയ്ത് ഗൈഡൻസിലൂടെ അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഇതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യുവ AI ഫോർ ഓൾ ഇനീഷ്യേറ്റീവ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് യുവ AI ഫോർ ഓൾ എന്ന് പറയുന്ന AI കൊണ്ടുവന്നിരിക്കുന്നത്. എ ഫ്രീ നാഷണൽ കോഴ്സ് ടു ഡെമോക്രൈസ് AI ലിറ്ററസി. അതായത് ഇന്ത്യയിലെ എല്ലാവർക്കും AI ലിറ്ററസി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് യുവ AI ഫോർ ഓൾ എന്ന് പറയുന്ന 4.5 മണിക്കൂർ പേസിലുള്ള സെൽഫ് പേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡെവലപ്ഡ് ബൈ AI expert in Jaspreet Bindra to train 1 crore Indians in basic AI and promote ethical and responsible AI ആണ് ഇതിന്റെ എയിം വരുന്നത്. അപ്പൊ ഫ്രീ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. AI ബേസിക്സ്, അപ്ലിക്കേഷൻ, സേഫ്റ്റി, എത്തിക്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് റിലീസ് ആയിട്ടുണ്ട് റീസെന്റ്. സോ ജർമ്മൻ വാച്ച് ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ആണ് റിലീസ് ചെയ്യുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ലഘൂകരിക്കുന്നതിനായിട്ട് ഓരോ കൺട്രീസും എന്ത് സ്റ്റെപ്പുകളാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 പൊസിഷൻ വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് പൊസിഷൻ വരുന്നത് 4ാമത് മുതലാണ്
പൊസിഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് ആരും തന്നെ എടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ടോപ്പ് പെർഫോമർ എന്ന് പറയുമ്പോൾ 4th ആണ്, ദാറ്റ് ഇസ് ഡെൻമാർക്ക് ആണ് ടോപ്പ്. പിന്നെ നെക്സ്റ്റ് UK, മൊറോക്കോ ഇവരൊക്കെയാണ് ടോപ്പ് പൊസിഷൻ. ഇന്ത്യന്റെ വരുന്നത് എത്രാമതാണ്? ഇന്ത്യന്റെ പൊസിഷൻ വരുന്നത് 23 ആണ്. നമ്മൾ 13 പൊസിഷൻ പിന്നോട്ട് പോയിരിക്കുന്നു. സ്കോർ വരുന്നത് 61.31 ആണ്. ഇനി വേൾഡ്സ് ബെസ്റ്റ് സിറ്റി 2026 റിലീസ് ചെയ്തിട്ടുണ്ട്. റെസൊണൻസ് കൺസൾട്ടൻസി IPSOS ആണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ലണ്ടൻ, ന്യൂയോർക്ക്, ബംഗളൂരു ഇവരൊക്കെയാണ് ടോപ്പ് പൊസിഷൻ. നെക്സ്റ്റ് സ്വീഡൻ യൂണിവേഴ്സിറ്റി ടോപ്സ് QS വേൾഡ് യൂണിവേഴ്സിറ്റി സസ്റ്റൈനബിലിറ്റി റാങ്കിങ്. അപ്പോൾ ക്വാക്കനോളി സൈമൺസ് ആണ്, ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വാക്കനോളി സൈമൺസ് ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ മെയിൻ എൻവിറോൺമെന്റൽ ഇമ്പാക്ട്, സോഷ്യൽ ഇമ്പാക്ട്, ഗവർണൻസ്, സസ്റ്റൈനബിലിറ്റി ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിക്കാണ് ടോപ്പ് പൊസിഷൻ ലഭിക്കുക. അപ്പോൾ സ്വീഡൻസ് യൂണിവേഴ്സിറ്റി ആണ് ടോപ്പ് പൊസിഷനിൽ വരുന്നത്. സെക്കൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ. ഇന്ത്യയുടെ പെർഫോമൻസ് ടോപ്പ് 200 തന്നെ ആരും വന്നിട്ടില്ല. നോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ടോപ്പ് 200. IIT ഡൽഹി 205, ബോംബെ 236, ബംഗളൂരു 462. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ വീക്കിലി കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത വീക്കിൽ കാണാം. സോ താങ്ക് യു.